ഡിഫറൻസ്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ഉസ്ബെക്കിസ്ഥാനിലേക്കുള്ള ലേഡീസ് ഒളിമ്പിക്സ് എല്ലാവരും സന്തോഷത്തോടു കൂടി സ്വീകരിച്ചിരുന്നു. ഞങ്ങൾ കുറച്ച് ആൾക്കാരായിരുന്നു അപ്രാവശ്യം പോയത്. കാര്യം ഉസ്ബെക്കിസ്ഥാൻ ആയതുകൊണ്ടും ഒരു എന്താ പറയാ കുറച്ച് വാർ സിറ്റുവേഷൻ ആ സമയത്ത് ഉണ്ടായിരുന്നത് കൊണ്ടും പലർക്കും ഒരു ഭയമുണ്ടായിരുന്നു ആ സെക്ടറിലേക്ക് പോകാൻ. അതുകൊണ്ട് ഒരുപാട് പേര് ബാക്കൗട്ട് ചെയ്യുകയും പിന്നെ വരാൻ ആഗ്രഹിച്ചാൽ പോലും വരാൻ പറ്റാതിരിക്കുകയാണ്. പക്ഷേ എങ്കിലും ധൈര്യപൂർവ്വം കുറെ ആൾക്കാർ വന്നിരുന്നു. അങ്ങനെയാണ് നമ്മൾ അവരൊരു 8 ലേഡീസ് ആണ് ഉണ്ടായിരുന്നത്. ലേഡീസ് ഒളിച്ചോട്ടില് പിന്നെ ഞങ്ങളൊരു 4 പേരും കൂടി ചേർന്ന് 12 പേരുള്ള ടീമായിട്ടാണ് പോകുന്നത്. ഇറ്റ് വാസ് എ വെരി ക്ലോസ് ഇന്റിമേറ്റ് ഒരു ക്രൗഡ് എന്ന് പറയാം. നന്നായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തു. ഞങ്ങളൊക്കെ നല്ല സുഹൃത്തുക്കളായി. ഇങ്ങനെയുള്ള ബന്ധങ്ങൾ ആ രീതിയിലാണല്ലോ വളരുന്നത്. നമ്മളിങ്ങനെ ഒരു യാത്രയിലൂടെ കോമണായിട്ട് കുറച്ച് സ്ഥലങ്ങൾ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായ ഒരു സ്നേഹബന്ധം അവിടെ ഉടലെടുക്കുകയാണ്. നല്ല രസമുള്ള ട്രിപ്പായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി. അതിൽ കുറച്ച് പേരൊക്കെ ഇനിയും അടുത്ത ട്രിപ്പിന് വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്ത്. എന്തായാലും എല്ലാ മാസവും ട്രാവൽ പ്ലാൻ ചെയ്തിരുന്നതാണ്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് 2 യാത്രകൾ വന്നു. അത് കഴിഞ്ഞ് ഞാൻ ജനുവരി ആകുമ്പോഴേ ഫ്രീ ആകുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിന്റെ ഒരു കോൺസെപ്റ്റ് തന്നെ ട്രാവൽ വിത്ത് ലക്ഷ്മി നായർ എന്ന് പറഞ്ഞിട്ടാണല്ലോ. അപ്പോൾ ഇതൊരു ഗാസ്ട്രോണമി ടൂർ വിത്ത് ഡോക്ടർ ലക്ഷ്മി നായർ എന്നാണ് അതിന്റെ ക്യാപ്ഷൻ തന്നെ. സ്വാഭാവികമായിട്ടും എന്റെ പ്രസൻസ് ആ യാത്രയിൽ ഉണ്ടാവണം. അതുകൊണ്ട് എന്റെ കൂടി സൗകര്യം നോക്കിയിട്ടാണ് ഇപ്പൊ ജനുവരിയിൽ നമ്മൾ വീണ്ടും ലേഡീസ് ഒളിച്ചപ്പോൾ ഈസ്റ്റ് വിങ് ട്രാവൽ എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. അവരിപ്പോൾ ദുബായ് ബേസ്ഡ് ആണ്. അവർ സമർഖണ്ഡാണ് പ്രധാനപ്പെട്ട ഓഫീസും കാര്യങ്ങൾ. അപ്പോൾ ഇപ്പൊ കൊച്ചിയിലും ബാംഗ്ലൂരും ട്രിവാൻഡ്രത്തും ഓഫീസ് ലോഞ്ച് ചെയ്യുന്നതിന്റെ പ്രോഗ്രാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും എനിക്ക് ഒരു പക്ഷേ അടുത്ത ട്രിപ്പിന് മുന്നേ ആ ഓഫീസും ഒക്കെ ഓക്കെയാകും. ഇപ്പൊ എന്താ വെച്ചാൽ അവരാണ് ഇത് കംപ്ലീറ്റ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതും അത് കൺസീവ് ചെയ്യുന്നതും അതിന്റെ പ്ലാൻ ഇടുന്നതും അയച്ചുന്നത് എവറിഥിങ് അവരാ ചെയ്യുന്നത്. എന്റെ ഒരു പ്രസൻസ് ഉണ്ടാവും, ഞാനും എന്റെ കൂടെ പോകുമെന്ന് മാത്രം. പക്ഷെ എന്റെ ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. എന്നോടൊപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതൊരു സന്തോഷം കഴിച്ചത് തന്നെയാണ്, ഒരു അനുഭവമാണ്. അപ്പൊ ഇനി അടുത്ത ട്രിപ്പ് അപ്പൊ എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്റെ നെക്സ്റ്റ് ലേഡീസ് ഉള്ള ട്രിപ്പ് എന്നാണ് ചേച്ചി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നെക്സ്റ്റ് ട്രിപ്പ് എന്നെ അനൗൺസ് ചെയ്യാൻ കൂടിയാണ്. ഞാൻ ഓൾറെഡി അത് ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റിയിലും ഒക്കെ പോസ്റ്റ് ചെയ്യാം, എനിക്ക് ഫേസ്ബുക്കിലും ഒക്കെ ഇട്ടിരുന്നു. അതിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ അടുത്ത ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ക്രാബി ആൻഡ് ഫുക്കറ്റ്, ഈ 2 സ്ഥലത്തേക്കാണ് പോകുന്നത്. അതൊരു ബീച്ച് ഡെസ്റ്റിനേഷനാണ്. പക്ഷേ സാധാരണ ഒരു ക്രാബി അല്ലെങ്കിൽ ഈ തായ്ലൻഡിന്റെ ആ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ ഏഷ്യൻ കൺട്രീസിലായിട്ട് പല ഭാഗങ്ങളുണ്ടല്ലോ. അപ്പൊ ഈ ഒരു ട്രിപ്പ് സാധാരണ ആൾക്കാർ ഡിസൈൻ ചെയ്യുമ്പോൾ ഐറ്റിനറി ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ വേറൊരു സ്റ്റൈലിലാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് കംപ്ലീറ്റ്ലി ഒരു ഗാസ്ട്രോണമി ടൂറിന് അനുയോജ്യമായ രീതിയിൽ അങ്ങനെ ക്യൂറേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു മനോഹരമായ ഒരു ഐറ്റിനറി പ്ലാനാണ് ഞാൻ കണ്ടത്. എനിക്ക് അയച്ചു തന്നപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പൊ അതാണ് അധികം ദിവസമൊന്നുമില്ല, കറക്റ്റ് 4 to 5 days അത്രേ ഉള്ളൂ. അതായത് 15-ാം തീയതി, ദാറ്റ് ഈസ് ജനുവരി 15, 2025. അപ്പൊ വർഷ ആരംഭത്തിൽ തന്നെ നമ്മളൊരു യാത്ര പോകുന്നു, ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ 2025 ജനുവരി, പിന്നെ അധികം ദിവസം ഒരു മാസമൊക്കെ, ഒരു മാസം കുറച്ച് ദിവസം കൂടി ജനുവരി 15-ാം തീയതിയാണ് പോകുന്നത്. പോയിട്ട് നമ്മൾ 19-ന് തിരിച്ചു വരും, ജനുവരി 19. അപ്പൊ 15, 16, 17, 18, 19 5 days. അപ്പൊ ഇങ്ങനെയായിരിക്കും പ്ലാൻ. അപ്പൊ കൊച്ചിയിൽ നിന്നാണ് പോകുന്നത്. അപ്പൊ ഫ്ലൈ ചെയ്യുന്നത് ഫ്രം കൊച്ചിയാണ്. അപ്പൊ ഞാൻ ട്രിവാൻഡ്രം ആണ്. അപ്പൊ എനിക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് കൊച്ചിയിൽ എത്തിയിട്ട് അവിടെ നിന്നാണ്. അപ്പൊ ഞങ്ങൾ പ്ലാൻ ചെയ്ത രാവിലത്തെ വന്ദേ ഭാരതിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ രാവിലെ തന്നെ എത്തും. പിന്നെ വൈകുന്നേരം നൈറ്റ് ഫ്ലൈറ്റ്സ് എപ്പോഴും രാത്രിയാണല്ലോ. റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് രാത്രി നെടുമ്പാശ്ശേരിയിൽ യാത്ര വരും. അതാണ് പ്ലാൻ. അപ്പൊ ഇപ്രാവശ്യത്തെ യാത്രയിൽ കൂടുതൽ ആൾക്കാരെ കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എത്ര പേർക്ക് എന്നുള്ള ഒരു ലിമിറ്റ് ഉണ്ടാകും. അതായത് 30 to 40 മാക്സിമം വരുന്ന ഒരു പാക്സാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏർലി ബേർഡ്സ് ആണ്. നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഫോൺ വിളിച്ച് ചോദിക്കാം. ഫോൺ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, എവിടെയാണ് വിളിക്കുന്നത്. പക്ഷേ ട്രിവാൻഡ്രത്തുള്ള ഒരു നമ്പറിലായിരിക്കും വിളിക്കുന്നത്. ട്രിവാൻഡ്രം ഓഫീസ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അറ്റൻഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ട്രിപ്പ് ഭയങ്കര സക്സസ് ആയിരുന്നു. പോകുന്നവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. അവരിൽ ചിലരൊക്കെ ഇപ്രാവശ്യം കാണുന്നതാണ്. പിന്നെ കുറെ പേര് ഈ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടെന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ പോയിട്ടുള്ളവർക്ക് പോലും ഈ ട്രിപ്പ് ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. കാര്യം അതിന്റെ ഐറ്റിനറി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെന്താണ് എങ്ങനെയാണെന്നൊക്കെ. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കൊടുക്കുകയും ചെയ്യാം. ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് വായിച്ചു തരുകയും ചെയ്യാം. ഓക്കെ. അപ്പൊ ഷോർട്ട് ആൻഡ് സ്വീറ്റ് ട്രിപ്പ് തന്നെ ആയിരിക്കട്ടെ ഈ പ്രാവശ്യവും. കഴിഞ്ഞ പ്രാവശ്യം അതുപോലെ 5 ദിവസം ഉണ്ടായിരുന്നു. പക്ഷെ ഉസ്ബെക്കിസ്ഥാൻ നമ്മൾ ഏകദേശമൊക്കെ കണ്ടതുപോലത്തെ ഒരു അനുഭവം തന്നെയായിരുന്നു. ഒരു ഭയങ്കര എന്താ പറയുക, യാത്രകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാവർക്കും
ഒരു അനുഭവമാണ്. അനുഭവം എന്ന് പറയുമ്പോൾ നമുക്കത് ഒരു പഠനവും കൂടിയാണ്. നമുക്ക് കൂടുതൽ ലോകവിജ്ഞാനം നമ്മൾ പുസ്തകത്തിൽ വായിക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി ഇഫക്റ്റീവാണ് നമ്മളൊരു സ്ഥലത്ത് പോയി കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അവിടുത്തെ ഭക്ഷണ സംസ്കാരം, അവിടുത്തെ ആൾക്കാരുടെ സംസ്കാരം എല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ്, അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ലേഡീസ് ഉള്ളി ട്രിപ്പാണ്. പിന്നെ ചെറിയ കുട്ടികളെയൊക്കെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ കൊണ്ടുവരാം. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് അവരോട് ചോദിച്ചാൽ മതി. അമ്മമാരോടൊപ്പം കുഞ്ഞു കുട്ടികളെ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതിന് അതിന് എങ്ങനെയാണ് അതിന്റെ ചാർജസ് എത്രയാകും? 2 വയസ്സിന് മുകളിലുള്ള കുട്ടിക്ക് ചാർജ് ആകും, ടിക്കറ്റ് റേറ്റ്സ് ആകുന്നുള്ളൂ. പക്ഷെ ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അന്ന് ചോദിച്ചാൽ മതി. ടൂർ ഐറ്റിനറി എന്ന് പറയുമ്പോൾ ഫുക്കറ്റിൽ നമ്മൾ ആദ്യത്തെ ദിവസം എത്തുന്നു. അന്ന് തന്നെ ആക്ച്വലി നമ്മളെ ഗ്രീറ്റ് ചെയ്ത് എയർപോർട്ടിൽ നിന്ന് നമ്മളെ റിസീവ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചെക്ക് ഇൻ 3 മണിക്കാണ്. പക്ഷെ നമ്മൾ അവിടെ എത്തുമ്പോൾ 12:30 തന്നെ എത്തുന്നുണ്ട്. അതുകൊണ്ട് സ്ട്രേറ്റ് അവേ ഹോട്ടലിൽ പോയിട്ട് ബാഗെല്ലാം വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊരു 2 മണിക്ക് ഒരു ലഞ്ച് കഴിക്കാനായിട്ട് അവിടുത്തെ ലോക്കൽ റെസ്റ്റോറൻറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള തായ് ഫുഡ്, തായ് ലഞ്ച്, അവിടുത്തെ ലോക്കൽ ഡെലിക്കസീസ് ലൈക്ക് പട്ടായി, ടോമിയം സൂപ്പ്, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഗ്രീൻ പപ്പായ സാലഡ് ഉണ്ട്, സോമിയം എന്ന് പറഞ്ഞിട്ട് അത് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. അത് 1-2 പേര് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെ ഫ്ലേവേഴ്സ് ഓഫ് തായ് ഫുഡിന്റെ ഒരു നല്ലൊരു ഇൻട്രഡക്ഷൻ ആയിരിക്കും ആ ഒരു ലഞ്ച്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഹോട്ടലിൽ പോയി 3 മണിക്ക് ചെക്ക് ഇൻ ചെയ്യുന്നു. അത് കഴിഞ്ഞ് റിലാക്സ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം 6 മണിയാകുമ്പോൾ അവിടുത്തെ ഒരു മനോഹരമായ ഒരു ഷോ ആണ് ഫാന്റാസിയ ഷോ എന്ന് പറഞ്ഞിട്ട്, ഫുക്കറ്റിലെ ഫാന്റാസിയ ഷോ. അതിനോടൊപ്പം തന്നെ ഡിന്നറും ഉണ്ട്. ആ ഒരു ഷോ എന്ന് പറയുന്നത് ഒരു സ്പെക്ടക്കുലർ കൾച്ചറൽ ഷോ ആണെന്നാണ് പറയുന്നത്. തായ് ഹിസ്റ്ററിയും മിത്തും ലെജൻസും എല്ലാം കൂടി ചേർന്ന് വരുന്ന അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മിക്സ് ചെയ്ത് വരുന്നതാണ്. ആ ഒരു ഷോ കഴിഞ്ഞിട്ട് അത് സത്യം പറഞ്ഞാൽ ഒരു ലാസ് വെഗാസിലെ തിയേറ്ററിക്കൽ ഷോ പോലെയാണ്. അത്രയ്ക്ക് സ്പെൽ ബൗണ്ട് ആയിട്ട് നമ്മൾ കണ്ടിരിക്കുന്നതാണ് അതിനെ കുറിച്ച് പറയുന്നത്. കണ്ടിട്ടുള്ള ആൾക്കാരും അങ്ങനെ പറയുന്നത്. അത് പല ലേറ്റസ്റ്റ് ആർട്ട് ടെക്നോളജിയാണ്, ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ട് ടെക്നോളജി ആയിരിക്കും. സ്പെഷ്യൽ ഇഫക്ട്സും ഒക്കെ ആയിട്ട് മനോഹരമായ ലോക്കൽ മിക്സും മിസ്റ്ററീസും മാജിക്കും എല്ലാം ചേർത്ത് വരുന്ന ഒരു എക്സ്ട്രാവഗൻസ ഷോ ആണെന്നാണ് പറയുന്നത്. നമ്മൾ അന്തപ്പെട്ട് കാണും എന്നുള്ളൊരു പ്രതീക്ഷയാണത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഒരു ബുഫേ ഡിന്നർ ആയിരിക്കും. ഈ ഒരു ബുഫേ ഡിന്നർ എന്ന് പറയുമ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഗോൾഡൻ കിനാരെ ബുഫേ റെസ്റ്റോറൻ്റ് ആണിത്. അത് ഏഷ്യയിലെ തന്നെ ലാർജസ്റ്റ് ബുഫേ സെർവ് ചെയ്യുന്ന റെസ്റ്റോറൻ്റ് ആണ്. 4000 ആൾക്കാരെ അറ്റ് എ ടൈം ബുഫേ കഴിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു റെസ്റ്റോറൻ്റ് ആണ്. ഏഷ്യയിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ്. അവിടെയാണ് ആ ഒരു ഏരിയ, ആ റെസ്റ്റോറൻറ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതും ഈ മിസ്റ്റിക്കലായിട്ടുള്ള ഫാന്റാസിയ കോംപ്ലക്സിനകത്ത് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മൾ ആ ഡിന്നറിന് ജോയിൻ ചെയ്തു. അവിടെ 200ഓളം വെയിറ്റേഴ്സ് ഉണ്ട്, 6 ബാറുണ്ട്. പിന്നെ ഡിന്നർ തന്നെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഡെലീഷ്യസ് ആയിട്ടുള്ള മീൽസ്, തായ് ഫുഡ് മാത്രമല്ല ഇന്റർനാഷണൽ ആയിട്ടുള്ള ഡിഷസും എല്ലാം ഉണ്ടാകും. അപ്പൊ അതാണ് ആദ്യത്തെ നൈറ്റ് നമ്മൾ കാണുന്നത്. നമ്മുടെ എക്സ്പീരിയൻസ് അതായിരിക്കും. അതൊരു അൾട്ടിമേറ്റ് തീം പാർക്കാണ് ഈ ഫാന്റാസിയ എന്ന് പറയുന്ന സ്ഥലം. അവിടെ കാർണിവൽ ഗെയിംസ് ഉണ്ട്, ഷോപ്പിംഗ് വില്ലേജ് ഉണ്ട്. അങ്ങനെ അവാർഡ് വിന്നിംഗ് ആയിട്ടുള്ള സ്പെക്ടക്കുലർ ഷോ ആണ് അവിടെ നടക്കാൻ പോകുന്നത്. അപ്പൊ അതൊരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ഷോയാണ് ഈ ഫാന്റാസിയയിൽ നടക്കാൻ പോകുന്നത്. അതാണ് നമ്മുടെ ഫസ്റ്റ് ഡേ രാത്രി നടക്കുന്നത്. നമ്മൾ കണ്ടിട്ട് ഡിന്നർ കഴിഞ്ഞ് തിരിച്ച ഹോട്ടലിലേക്ക് വരുന്നു, കിടന്നുറങ്ങുന്നു. പിന്നെ 2ാമത്തെ ദിവസം ഡേ 2ലാണ് ജെയിംസ് ബോണ്ട് ഐലൻഡും ഫിഫി ഐലൻഡും യാത്ര. അതും ഭയങ്കര രസമായിരിക്കും. അതും രാവിലെ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് 7 മണിക്ക്, പിന്നെ 9 മണിയാകുമ്പോൾ ഫ്രം 7 ഓൺവേർഡ്സ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകും. പിന്നെ 9 o'clock നമ്മൾ അവിടുന്ന് യാത്ര ചെയ്യുന്നു ഒരു ബോട്ടില്. അതിലാണ് ജെയിംസ് ബോണ്ട് ഐലൻഡിലേക്ക് പോകുന്നു. അവിടുന്ന് ഫിഫി ഐലൻഡ് ടൂർ, അങ്ങനത്തെ കാര്യങ്ങൾ. ജെയിംസ് ബോണ്ടിന്റെ ദ മാൻ വിത്ത് ദ ഗോൾഡൻ ഗൺ എന്ന മൂവിയിലാണ് ഈ ഒരു ഐലൻഡിലാണ് അതിന്റെ ഷൂട്ടിംഗ് എല്ലാം നടന്നത്. അതുകൊണ്ടാണ് അത് ഇത്രയും ഫേമസ് ആയത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അത് നമ്മൾക്ക് വേണ്ടി മാത്രമായിട്ട് എടുക്കുന്ന ഒരു പ്രൈവറ്റ് യോട്ടിലാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. വേറെ ആൾക്കാരൊന്നും ഉണ്ടാവില്ല, നമ്മുടെ ടീം മെമ്പേഴ്സ് മാത്രമുള്ള ഒരു പ്രൈവറ്റ് യോട്ട്. അതിനകത്ത് യാത്ര ചെയ്ത് പോകുമ്പോൾ അതൊരു ഷിപ്പിൽ നമ്മളെ മാത്രം എക്സ്ക്ലൂസീവായിട്ട് കൊണ്ടുപോകാന്ന് പറയുമ്പോൾ രസമല്ലേ. അവിടെ പോകുന്ന വഴി ഫിഷിംഗ് ഉണ്ടാകും, ഫിഷിംഗ് ടെക്നിക്സ് നമ്മളെ പഠിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ആ ഫിഷിംഗ് കഴിഞ്ഞിട്ട് അത് വെച്ചിട്ട് തന്നെ അതിനെ വെച്ച് കുക്ക് ചെയ്തിട്ട് അതൊരു കുക്കിംഗ് എക്സ്പീരിയൻസ് ഓൺ ബോർഡ് ആയിരിക്കും. അത് ഭയങ്കര രസമുള്ള ഒരു ഷെഫ് ഉണ്ടാകും, ലോക്കൽ ഷെഫ്. അദ്ദേഹം ഡെമോൺസ്ട്രേറ്റ് ചെയ്യും എങ്ങനെ കുക്ക് ചെയ്യുന്നു, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ട്രഡീഷണൽ തായ് സീ ഫുഡിനെ എങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചു തരും. ടെക്നിക്സ് എല്ലാം നമുക്ക് പഠിക്കാം. അതോടൊപ്പമാണ് അതിന്റെ കൂടെയാണ് നമ്മുടെ ഈ യാത്രയിൽ നടക്കുന്നത്. ഫിഫി ഐലൻഡിൽ പോകുന്നു, അത് ജെയിംസ് ബോണ്ട് ഐലൻഡിൽ പോകുന്നു, അങ്ങനെ കുറെ. അതൊരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു യാത്രയായിരിക്കും ഇത്. മനോഹരമായ നാച്ചുറൽ നേച്ചർ ബ്യൂട്ടി കണ്ടുകൊണ്ട് യുണീക്ക് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്സിലൂടെ സഞ്ചരിക്കുന്നു. ഈ ഒരു ടൂർ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. ഈ ഒരു യോട്ടിൽ യാത്ര ചെയ്യുന്ന ഒരു ഷിപ്പ് ജേർണി ഭയങ്കര രസമായിരിക്കും. സ്റ്റണ്ണിങ് ലൊക്കേഷൻസിലൂടെ നമ്മൾ പോകും. ഒരു ഐലൻഡിൽ ചെന്നിട്ട് നമ്മുടെ യോട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഐലൻഡിലോ വെച്ചിട്ടായിരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് 2 മണിക്ക്. പിന്നെ തിരിച്ച് 5 മണിയാകുമ്പോൾ നമ്മൾ ഫുക്കറ്റിലേക്ക് തിരിച്ചെത്തുന്നു. സൺസെറ്റ് ഒക്കെ എൻജോയ് ചെയ്യുന്നു. തിരിച്ചത് കഴിഞ്ഞിട്ട് ഹോട്ടലിൽ പോയി ഫ്രഷായി
വീണ്ടും നമ്മൾ അവിടുത്തെ രാത്രി 8 മണിക്ക് അവിടുത്തെ ലോക്കൽ റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കുന്നു. ആൻഡ് തിരിച്ച് രാത്രി ഹോട്ടലിലേക്ക് വന്നിട്ട് ഉറങ്ങുന്നു. ദാറ്റ് ഇസ് ബൈ 11 o'clock റിട്ടേൺ. അത് രണ്ടാമത്തെ ദിവസം. പിന്നെ മൂന്നാമത്തെ ദിവസം ആകുമ്പോൾ എഗെയിൻ ഫുക്കറ്റ് ആൻഡ് ക്രാബിയാണ്. അവിടെ തായ് കുക്കിംഗ് ക്ലാസ് ഉണ്ടാകും, അതുപോലെ ക്രാബിയുടെ ഒരു സിറ്റി ടൂർ ഉണ്ടാകും. തേർഡ് ഡേ അതും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്നു, തായ് കുക്കിംഗ് ക്ലാസ്സിലേക്ക് പോകും. അങ്ങനെ അത് ഹാൻഡ്സ് ഓൺ കുക്കിംഗ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഹൗ ടു പ്രിപ്പയർ ഒത്തന്റിക് തായ് ഡിഷസ് ഫ്രം സ്ക്രാച്ച് ആണ് പഠിപ്പിക്കാൻ പോകുന്നത്. അത് തായ് കോക്കനട്ട് സൂപ്പ്, ദാറ്റ് ഇസ് ടോം ഖാ തായ്, അതുപോലെ പട്ട് തായ്, ഗ്രീൻ കറി വിത്ത് ചിക്കൻ, തായ് ഫിഷ് കേക്ക്സ്, ഇതൊക്കെ പഠിപ്പിക്കും ഈ ഒരു കുക്കിംഗ് ക്ലാസ്സിൽ. അതിന്റെ എല്ലാ ടെക്നിക്സും അവിടുത്തെ ലോക്കൽ ഷെഫ്സ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ടാകും. പിന്നെ അതിന് ഉച്ചയ്ക്ക് ലഞ്ച് ഈ കുക്കിംഗ് സ്കൂളിൽ നിന്ന് തന്നെ നമുക്ക് ലഞ്ച് ഉണ്ടാകും. പിന്നെ 2 മണിയോടുകൂടി നമ്മൾ ഹോട്ടലിൽ നിന്നും ചെക്ക് ഔട്ട് ചെയ്തിട്ട് നേരെ നമ്മൾ ക്രാബിയിലേക്ക് പോകുന്നു. ക്രാബിയിൽ പോയിട്ട് നമ്മൾ ഒരു സിറ്റി ഓറിയന്റേഷൻ ടൂറാണ്. 3 മണിക്കൂർ ഒരു ഡ്രൈവാണ്. അത് കഴിഞ്ഞിട്ട് വൈബ്രന്റ് ആയിട്ടുള്ള മാർക്കറ്റ്സ് ഒക്കെ കാണുന്നു, സ്റ്റണ്ണിങ് ടെമ്പിൾസ് കാണുന്നു, പിന്നെ അതുപോലെ ലോക്കൽ അട്രാക്ഷൻസ് കാണുന്നു, ക്രാബിയുടെ റിച്ച് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ മനസ്സിലാക്കുന്നു. ഒരു 2:30 അവിടുത്തെ ലോക്കൽ ഫുഡ് മാർക്കറ്റ് ഒക്കെ നമ്മൾ സന്ദർശിക്കുന്നുണ്ടാകും. എല്ലാം സാമ്പിൾ ചെയ്യുന്നുണ്ടാവും. ക്രാബിൽ നിന്ന് ലോക്കൽ മാർക്കറ്റ്സിൽ നിന്ന് ഫുഡ് കാര്യങ്ങളെല്ലാം സ്പെഷ്യൽ എന്താ പറയുക സ്പെഷ്യാലിറ്റീസ്, ലോക്കൽ സ്പെഷ്യാലിറ്റീസ്, റീജിയണൽ സ്പെഷ്യാലിറ്റീസ്, റൈസ് നൂഡിൽസ്, കറി, പിന്നെ എന്താ പറയുക ഗ്രിൽഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും കഴിക്കാം. പോക്ക് കഴിക്കുന്നവർക്ക് അത് കഴിക്കാം. പിന്നെ ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ്, ഡ്യൂറിയൻ, മാംഗോസ്റ്റീൻ, അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം. പിന്നെ 3 മണിക്ക് നമ്മൾ അവിടുത്തെ ക്രാബിയിലെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുന്നു. പിന്നെ വൈകുന്നേരം രാത്രി ഒരു 6 മണിയോടുകൂടി നമ്മൾ നൈറ്റ് മാർക്കറ്റ് ടൂറിന് ഇറങ്ങുന്നു. ഇതാണ് ആ ഒരു ദിവസത്തെ. രാത്രി 9 മണിയാകുമ്പോൾ അവിടുത്തെ ലോക്കൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഡിന്നർ. അത് കഴിഞ്ഞിട്ട് ഒരു 10 മണിയോടുകൂടി തിരിച്ച് ഹോട്ടലിലെത്തുന്നു, റിലാക്സ് ചെയ്യുന്നു. അങ്ങനെ ഡേ 3 കഴിയുന്നു. അങ്ങനെ ഡേ 3 ഒരു ഉച്ചയോടുകൂടി നമ്മൾ ക്രാബിയിൽ എത്തുകയാണ്. 4ാമത്തെ ദിവസം ക്രാബിയിലെ 4 ഐലൻഡ് ഗാസ്ട്രോണമി ആൻഡ് സൺസെറ്റ് ഡിന്നറാണ്. അത് 18-ാം തീയതിയാണ്. ദാറ്റ് ഇസ് 4th ഡേ. രാവിലെയും നമ്മൾ ആ ക്രാബിയിലെ ഹോട്ടലിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങുന്നു. 9 മണിയോടുകൂടി 4 ഐലൻഡ് ടൂറാണ് വിത്ത് ലഞ്ചാണ്. അത് നമ്മളിങ്ങനെ ബോട്ടിൽ തന്നെ ആയിരിക്കും പോകുന്നത്. സ്പീഡ് ബോട്ടിലൊക്കെ നമ്മളെ കൊണ്ടുപോകും കേട്ടോ. അവിടെ മോസ്റ്റ് ഐക്കോണിക് ആയിട്ടുള്ള ലാൻഡ് മാർക്സിലെല്ലാം കൊണ്ടുപോകും. ഒരുപാട് 4 ഐലൻഡ്സിലേക്കാണ് കൊണ്ടുപോകുന്നത്. പിന്നെ സ്നോക്കലിംഗ് ഒക്കെ വേണമെന്നുള്ളവർക്ക് ചെയ്യാൻ പറ്റും. ഭയങ്കര ബ്ലൂ കളറിലെ ഭയങ്കര ബ്യൂട്ടിഫുൾ വാട്ടേഴ്സ് അല്ലേ, ക്രിസ്റ്റൽ ക്ലിയർ. അവിടെ എല്ലാം സ്നോക്കലിംഗ് ചെയ്യാം, ഫോട്ടോസ് എടുക്കാം. ആ ബാക്ക്ഗ്രൗണ്ടിൽ ഫേമസ് ആയിട്ടുള്ള പോസ്റ്റ് കാർഡ് പോലെ ഇരിക്കുന്ന മനോഹരമായ ചിത്രങ്ങൾ നമുക്ക് എടുക്കാം. അങ്ങനെ ആ ഒരു 4 ഐലൻഡ് ടൂർ എന്ന് പറഞ്ഞാൽ ഗംഭീരമായിരിക്കും. അപ്പൊ ലഞ്ചും നമുക്ക് അവിടെ പോകുന്ന വഴിക്ക് തന്നെ ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് വൺ ഓഫ് ദി ഐലൻഡ്സിൽ വെച്ചിട്ട് ഒരു കുക്കിംഗ് ഡെമോ ഉണ്ടാവും ബീച്ച് സൈഡിൽ തന്നെ. അത് മറ്റൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. അവിടെ ഒരു കുക്കിംഗ് സ്റ്റേഷൻ പോലെ വെച്ചിട്ട് ഒരു ലോക്കൽ ഷെഫ് വന്നിട്ട് നമ്മളെ അതെല്ലാം പഠിപ്പിച്ചു തരും. എന്തൊക്കെയാണ് ട്രഡീഷണൽ തായ് സീ ഫുഡ്. എങ്കിലും നമുക്ക് ഭയങ്കര അത് സ്പൈസി ആയിട്ടുള്ള സ്ട്രിപ്പ് സൂപ്പാണ്. ടോം യം ഗും അത് പഠിക്കാം. പിന്നെന്താ പറയുക സാൾട്ട് ക്രസ്റ്റഡ് ഗ്രിൽഡ് ഫിഷ് പഠിക്കാം. അങ്ങനെ കുറെ ഡയറക്റ്റ് ആണ് നമുക്ക് സീ ഫുഡ് ഡെലിക്കസീസ് ഫസ്റ്റ് ഹാൻഡ് ആയിട്ട് പഠിക്കാനുള്ള ഒരു അവസരമാണ് കിട്ടാവുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് ഐലൻഡിൽ തന്നെ ആയിരിക്കും. ഏതൊക്കെ 4 ഐലൻഡിൽ ഒരു ഐലൻഡിൽ വെച്ചായിരിക്കും ലഞ്ച് 1 മണിക്ക്. പിന്നെ 5 മണിയോടുകൂടി നമ്മൾ ഹോട്ടലിലേക്ക് തിരിച്ചെത്തുന്നു, റിലാക്സിങ് ഫോർ ദ ഡേ. കുറേ നേരം അതിന് 8 മണിയാകുമ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് അവിടുത്തെ ലോക്കൽ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നു. മനോഹരമായ ബ്യൂട്ടിഫുൾ ഒരു ലൈവ്ലി അറ്റ്മോസ്ഫിയർ ഒക്കെ ഉള്ള ഒരു ഡിന്നർ ആയിരിക്കും. എക്സലന്റ് ഫുഡും ഉണ്ടാകും. അങ്ങനത്തെ ഒരു ഹോട്ടലിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്, റെസ്റ്റോറൻറ്റിലേക്ക്. തിരിച്ച് 10 മണിയോടുകൂടി ഹോട്ടലിലേക്ക് തിരിച്ചെത്തുന്നു. അങ്ങനെ ഒരു എക്സൈറ്റിംഗ് ഡേ അന്ന് അവസാനിക്കുന്നു. ആൻഡ് ഓവർനൈറ്റ് അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം ഡേ 5 ഫുക്കറ്റിലേക്കുള്ള ഡിപ്പാർച്ചർ ഡേ ആണ്. അന്ന് രാവിലെ 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്, 9 മണിയോടുകൂടി കഴിഞ്ഞിട്ട് നമ്മൾ റിലാക്സ് ചെയ്ത് 11 മണിക്ക് മാത്രമേ നമ്മൾ ഇറങ്ങുന്നുള്ളൂ ഹോട്ടലിൽ നിന്ന്. എന്നിട്ട് ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ട് വി ആർ പ്രൊസീഡിംഗ് ടു അനോങ് ഓറിയന്റേഷൻ ടൂറാണ്. അനോങ് എന്ന് പറയുന്നത് അവിടെ പോകുന്ന വഴിക്കാണ് ലോക്കൽ മാർക്കറ്റ്സ്, സീനിക് സ്പോട്ട്സ് ഒക്കെ കാണാം. അവിടെ കുറച്ച് ബ്രീഫായിട്ട് ഒരു ലോക്കൽ ഫാമിലൊക്കെ നമ്മൾ പോകും. ലോക്കലി ഉണ്ടാവുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണും. ഫുഡ് ഐറ്റംസ് ഒക്കെ, ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണാൻ പറ്റും. പിന്നെ ഒരു 1 മണിയോടുകൂടി അവിടുത്തെ ലോക്കൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് ലഞ്ച് കഴിക്കുന്നു. അവിടെ സൗത്ത് തായ് ഫുഡ്സ് ആണ് അവിടെ കൂടുതലായിട്ട് നമുക്ക് കിട്ടാവുന്നത്. സാമ്പിളിംഗ് ഓഫ് ദ റീജിയണൽ സ്പെഷ്യാലിറ്റീസ്, യെല്ലോ റൈസ് വിത്ത് ചിക്കൻ, പിന്നെ എന്താ പറയുക സ്റ്റാർ ഫ്രൈ, പോക്ക് വിത്ത് ബേസിൽ. പോക്ക് കഴിക്കാത്തവർക്ക് ചിക്കൻ തന്നെ കഴിക്കാം. അങ്ങനെയെല്ലാം. പിന്നെ അത് കഴിഞ്ഞ് 2 മണിയോടുകൂടി നമ്മൾ ഫുക്കറ്റ് എയർപോർട്ടിലേക്ക് യാത്രയാകുന്നു. ഒരു 3 മണിക്കൂർ ട്രാവൽ കഴിയുമ്പോൾ നമ്മൾ ഫുക്കറ്റ് എയർപോർട്ടിലെത്തും. അവിടുന്ന് ചെക്ക് ഇൻ ചെയ്യുന്നു. തിരിച്ച് നാട്ടിലേക്കുള്ള യാത്രയാണ്. ഇതാണ് ഒരു ടോട്ടൽ ആയിട്ടുള്ള ഒരു ഐറ്റിനറി. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിൽ തന്നെ കൊടുത്തേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഷോർട്ട് ആൻഡ് സ്വീറ്റ് ട്രിപ്പ് ആണെന്ന് ഞാൻ പറഞ്ഞില്ല. അതിമനോഹരമായ ഒരു ട്രിപ്പ് തന്നെയാണിത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഞാനും അനുകുട്ടിയും കുടുംബങ്ങളും ഒക്കെ ഉണ്ടാവും. ഞങ്ങൾ എൻജോയ് ചെയ്യാനായിട്ട് ഇന്റർനാഷണൽ അടുത്ത ട്രിപ്പിന് പോകാൻ പോകുന്നു. അപ്പൊ തിരിച്ച് മാഞ്ചസ്റ്ററിൽ നിന്ന് ഞാൻ തിരിച്ചെത്തിയിട്ടാണ് ഈ ഒരു യാത്ര പോകാൻ പോകുന്നത്. അപ്പൊ നമ്മൾ അടുത്ത
ദിവസത്തെ യാത്രയായിരിക്കും. അപ്പോൾ യാത്രകളുടെ ഒരു വർഷമാണെന്ന് തോന്നുന്നു 2025 ഒക്കെ. ടുവേർഡ്സ് എൻഡ് ഓഫ് 2024 തന്നെ യാത്രകൾ സ്റ്റാർട്ട് ഓഫ് ചെയ്തിട്ടുണ്ട്. എന്തായാലും എല്ലാ ഒരു ദൈവകടാക്ഷം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു യാത്രയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഈ ഐറ്റിനറി ഇങ്ങനെ കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം കേട്ടോ. ഫോൺ നമ്പറും എല്ലാ ഡീറ്റെയിൽസും കൊടുത്തേക്കാം. അപ്പോൾ വരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇത് വിളിക്കുക, ചോദിക്കുക, അങ്ങനത്തെ കാര്യം. ഫെബ്രുവരിയിൽ മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്കായിരിക്കും പോകുന്നത്. ഇപ്പൊ നമ്മൾ പോയ സ്ഥലത്തായിരിക്കില്ല നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പോകാൻ പോകുന്നത്, അടുത്ത സ്ഥലമായിരിക്കും. പിന്നെ മാർച്ച് ആകുമ്പോൾ വേറെ സ്ഥലം, ഏപ്രിൽ വേറെ സ്ഥലം. അപ്പോൾ ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എൻ്റെ സമയം കൂടി നോക്കിയിട്ടാണ് കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്യുന്നത്. എനിവേ വരാൻ പറ്റുന്ന ആൾക്കാർക്ക് വരാം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും കൂടി എൻജോയ് ചെയ്യാം ഈ ഒരു യാത്ര. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻസ് ആണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ സന്തോഷം. അപ്പോൾ ഇനി എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഫോൺ വഴി ചോദിച്ചു നോക്കുക. ഓക്കെ, എന്തായാലും ഈ ഒരു ട്രിപ്പിലും വരുന്ന ആൾക്കാരായിട്ട് എനിക്ക് ഇന്ററാക്ട് ചെയ്യാൻ സാധിക്കും. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് അടിച്ചു പൊളിച്ച് ഈ യാത്ര എൻജോയ് ചെയ്യാം. അപ്പോൾ സന്തോഷം. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ്. ലവ് യു.